നമ്മൾ ഈ ചാനലിൽ 300 അല്ല എനിക്ക് തോന്നുന്നു ആക്ച്വലി 400-ലധികം ഫോണുകൾ അൺബോക്സിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് ദ ഫോൺ വിത്ത് ബിഗ്ഗസ്റ്റ് ബാറ്ററി. 7300 mAh ഇനി മഹായമണ്ടനല്ല ഗജയമണ്ടൻ 7300 mAh ഗജയമണ്ടൻ ബാറ്ററി ഉള്ള ഈ കാണുന്ന iQOO Z10 ആണ് iQOO 1999 രൂപയുടെ ഓഫർ പ്രൈസിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് പവർ ബാങ്ക്. അതായത് പണ്ടൊക്കെ ഉണ്ടല്ലോ കമ്പനികൾ ഈ വലിയ ബാറ്ററി ഇടാൻ പേടിക്കുകയായിരുന്നു. കാരണം 6500 mAh ബാറ്ററി ആകുമ്പോഴേക്കും ഭയങ്കര തിക്നെസ് ആയിരിക്കും. 9mm അല്ലെങ്കിൽ 9.5mm തിക്നെസ് ഒക്കെ വരും. ഭയങ്കര ബൾക്കി ഫോൺസ് ആയിരിക്കും. പക്ഷേ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഈ സിലിക്കൺ കാർബൺ ടെക്നോളജി കാരണം കണ്ടില്ലേ ഇത്രയും സ്ലിം ഫോം ഫാക്ടറിലാണ് iQOOന് 7300 mAh ബാറ്ററി ഇട്ട് തരാൻ കഴിഞ്ഞത്. 7.9mm ആണ് തിക്നെസ്. 200 ഗ്രാമിന്റെ താഴെയാണ് വെയിറ്റ് വരുന്നത്. തീർച്ചയായിട്ടും ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത്രയും വലിയ ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് ആക്ച്വലി അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം നോർമലി നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് അതിങ്ങനെ പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം ഈസിലി നിങ്ങൾക്ക് 1.5 ദിവസം 1.25 ദിവസത്തിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതായത് നിങ്ങൾ ഇന്ന് രാവിലെ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 100% ചാർജ് ചെയ്യുകയാണെങ്കിൽ നാളെ ഉച്ച അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊന്ന് വലിച്ചു നീട്ടുകയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോൺ തരുന്നുണ്ട് നോർമൽ മോഡറേറ്റ് യൂസിൽ. നമ്മളിപ്പം 3-4-5 മണിക്കൂർ കുത്തിയിരുന്ന് BGM അല്ലെങ്കിൽ COD ഗെയിമിംഗ് ചെയ്തുകൊണ്ടിരുന്ന ബാറ്ററി പെട്ടെന്ന് തീരും. പക്ഷേ ഒരു നോർമൽ മോഡറേറ്റ് യൂസ് ഉണ്ടല്ലോ, കുറച്ച് സിനിമ കണ്ടു, കുറച്ച് നെറ്റ് ഉപയോഗിച്ചു, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മോഡറേറ്റ് യൂസ്. ആ യൂസിൽ നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഫോൺ 55 വാട്ടിന്റെ PPS ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബോക്സിൽ 90 വാട്ട് ചാർജർ തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഫോണിന്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കുറവ് ഈ ഫോണിലുണ്ട്. അതെന്താണ് ഞാൻ ക്ലിയർലി ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ കാണുന്ന സിൽവർ ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് ഈ ഫോൺ വരുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ സിൽവർ കളർ ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു 3D എഫക്റ്റ് തരുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ബിൽഡിലാണ് വരുന്നത്. ഈ പ്രൈസിൽ ദാറ്റ് ഇസ് ഓക്കെ. നല്ലോണം പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്കൊന്നും കയറി പോകുന്നില്ല. പിന്നെ ഇതാ കണ്ടില്ലേ, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് താഴെ വീണാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റെയിൻ വാട്ടർ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് മഴയത്ത് ഈ ഫോൺ നനഞ്ഞാലും കുഴപ്പമില്ല, സേഫ് ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ റേറ്റിംഗ്സും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഫോൺ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ്. വെറുതെ എറിഞ്ഞു കളിക്കരുത്, വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റൂല. 6.77 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ആപ്പിന്റെ റിഫ്രഷ് റേറ്റ് സെറ്റിംഗ്സിൽ കയറിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഡിസ്പ്ലേയുടെ 4 സൈഡിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ ക്വാഡ് കർവ് ആണ്. 4 സൈഡിൽ നിന്ന് കർവ് ആവുന്നതുകൊണ്ട് ബെസൽസ് നല്ല സ്ലിം ആണ്. പ്രത്യേകിച്ചും ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. TV സീരീസ്, മൂവീസും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 5000 നിറ്റ്സിൻ്റെതാണ് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് ആണ് HBM ബ്രൈറ്റ്നസ്. അതും അത്യാവശ്യമുണ്ട്. 1300 നിറ്റ്സ് ആണ് HBM ബ്രൈറ്റ്നസ്. നിങ്ങൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ അതാ കണ്ടില്ലേ, ഫോട്ടോസ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഈവൻ വീഡിയോ ആണെങ്കിലും എല്ലാം ക്ലിയർലി കാണാൻ പറ്റും. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്ത ആ ഒരു കുറവ്. 20,000 റുപ്പീസിൽ വരുന്ന ഒരു ഫോണാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫോണിൽ മോണോ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല ആക്ച്വലി. ഇവിടെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വോളിയം ഓക്കെയാണ്, പക്ഷേ മോണോ സ്പീക്കർ ആയതുകൊണ്ട് ഇവിടുന്ന് മാത്രമേ സൗണ്ട് വരുള്ളൂ. പലരും താഴെ കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പറയുക ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുള്ള ഫോൺസ് വരാത്തത്. ഇപ്പം മിക്ക എല്ലാ ഫോണുകളിലും നമ്മുടെ MediaTekന്റെ ഡയമൻസിറ്റി ചിപ്സെറ്റ് ആണല്ലോ. അതിൽ പ്രശ്നമൊന്നുമില്ല, ആ ഫോൺസിലും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ള ഒരു ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഫോൺ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും മിക്കവാറും ആ ഒരു ഫോൺ. കാരണം ഇതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 GB വരെയുള്ള LPDDR4X RAM ആൻഡ് 256 GB വരെ UFS 2.2 സ്റ്റോറേജ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 8 ലക്ഷത്തിന് മേലുള്ള AnTuTu സ്കോർ ആണ് തരുന്നത്. ഏകദേശം 90-95% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഐ എം ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. ഓക്കെ, അതായത് പ്രൈസിനൊത്തുള്ള പെർഫോമൻസ് ആണ് തരുന്നത്. നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. ഞാൻ ആക്ച്വലി BGMA COD രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMAയിൽ 60 FPS കോൾ ഓഫ് ഡ്യൂട്ടിയിൽ 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നിങ്ങൾ പ്യുവർ ഗെയിമിംഗ് അല്ലെങ്കിൽ പ്രോ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ബഡ്ജറ്റ് പൊടിക്ക് കൂട്ടേണ്ടി വരും. 25,000-30,000 രൂപ വരെ നിങ്ങൾക്ക് നീട്ടാൻ പറ്റുമെങ്കിൽ ആ പ്രൈസിൽ ഐക്കൂടെ തന്നെ ഐക്യു നിയോ 10R ഒക്കെ വരുന്നുണ്ട്. ആ പറഞ്ഞ ഫോണുകളിൽ നിങ്ങൾക്ക് നല്ല സ്റ്റേബിൾ ഗെയിം പ്ലേ കിട്ടും. ഈവൻ 90 FPS അൺലോക്ഡ് ആയിരിക്കും. എന്നാൽ ഈ ഫോണിലും അത്യാവശ്യം സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഐക്യൂടെ ഫോൺ ആയതുകൊണ്ട്. പിന്നെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നല്ല വലിയ സൈസുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് വരുന്നുണ്ട്. അല്ലെങ്കിലും നോർമൽ യൂസിൽ അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നോർമൽ യൂസിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ പൊതുവെ ഐക്യു ഫോൺസിൽ വരുന്ന ആ ഒരു ഗെയിം ബാർ ഉണ്ടല്ലോ, ആ ഗെയിം ബാർ ഇവിടെ വരുന്നുണ്ട്. എല്ലാം ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഇവിടെ പോയിട്ട് പെർഫോമൻസ് മോഡ് എനേബിൾ ചെയ്യാം. ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഫൺ ടച്ച് OS 15 ആണ് കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തേക്കുള്ള OS അപ്ഗ്രേഡിന്റെ പ്രോമിസ് ഐക്യു ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ അത് കണ്ടില്ലേ, ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ ആണ് തരുന്നത്. നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. പക്ഷെ അറിയാലോ ഐക്യൂടെ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ്, അതായത് ഗെയിംസ് ഒക്കെ കാൻഡി ക്രഷും ബ്ലോക്ക് ബസ്റ്റർ ഗെയിംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വി ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് അതിങ്ങനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ബ്രൗസർ ആപ്ലിക്കേഷൻ ആൻഡ് വി ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻസും ടേൺ ഓഫ് ചെയ്യാൻ മറക്കണ്ട. സർക്കിൾ ടു സെർച്ച്, AI ഇറേസർ, പിന്നെ AI നോട്ട് അസിസ്റ്റ് പോലുള്ള AI ഫീച്ചേഴ്സും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സലിലെ സോണി IMX 882 സെൻസർ ആണ് മെയിൻ ക്യാമറ. അൾട്രാവൈഡ് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഏത് പ്രൈസ് റേഞ്ചിലുള്ള ഐക്യു ഫോൺ ആണെങ്കിലും ഐക്യു ഒരിക്കലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നിരാശപ്പെടുത്താറില്ല. ഓക്കെ, ഇവിടെയും വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. പ്രത്യേകിച്ചും സ്കിൻ ടോൺസ് ഒക്കെ കണ്ടില്ലേ, സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നല്ലതാണ്. നല്ല കളേഴ്സും നല്ല ഡീറ്റെയിൽസ് ഉള്ള സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. കാണാൻ നല്ല രസമുള്ള ഫോട്ടോസ് ആണ്. പിന്നെ പോർട്രേറ്റ് മോഡിൽ 3 സൂംസ് ഉണ്ട്, 1x, 1.5x ആൻഡ് 2x. സോ ഇതാണ് 1x, 1.5x ആൻഡ് 2x. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും അതൊക്കെ നൈസ് ആണ്. 2x പോർട്രേറ്റിൽ ചെറിയ രീതിയിലുള്ള സോഫ്റ്റ്നെസ് കയറി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ക്യാമറ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. വേണമെങ്കിൽ ഐക്യൂവിന് ഒരു അൾട്രാവൈഡ് ക്യാമറയും കൊടുക്കാമായിരുന്നു, പക്ഷേ അത് ഇവിടെ മിസ്സിംഗ് ആണ്. സെൽഫി ക്യാമറ വെച്ച് ഞാൻ ഫസ്റ്റ് ഫോട്ടോസ് എടുത്തപ്പോൾ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് സ്മൂതൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ക്യാമറ UIയിൽ കയറിയിട്ട് ആ സ്മൂതിന് ഞാൻ കുറച്ചപ്പോൾ അതിനുശേഷം നല്ല ഔട്ട്പുട്ട്, നല്ല സ്കിൻ ടോൺ ആണ് തരുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പോർട്രേറ്റ് സെൽഫീസിൽ നല്ല ബൊക്കെ കട്ടൗട്ടൊക്കെ നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകം നൈറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ OS സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല നൈറ്റ് ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K റെസൊല്യൂഷനിൽ സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 4K വീഡിയോസ് ആണ് തരുന്നത്. ഈവൻ ഇതിന്റെ സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാം. പക്ഷേ 4K സെൽഫി വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. അത്യാവശ്യം കുലുക്കമുണ്ടാവും. ഇത് കണ്ടില്ലേ, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. Wi-Fi 6 ആൻഡ് Bluetooth 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലുള്ള TV AC ഒക്കെ ഈ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. NFC സപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ലോഞ്ചിന് മുന്നേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസിംഗ് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ കുറേ ചോദിച്ചതിന് ശേഷം ഐക്യു പറഞ്ഞതനുസരിച്ച് ഇതിന്റെ ഓഫർ പ്രൈസ്, അതായത് നെറ്റ് എഫക്റ്റീവ് പ്രൈസ് 20,000 രൂപീസിന്റെ താഴെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കാണിച്ചു തരാം. നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു നോക്കുക. എന്നിട്ട് ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ ഓഫേഴ്സും ഈടാക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത ആ ഒരു ഐക്യു നിയോ 10R വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് Mr. Perfect Tech signing off. Bye-bye.